ഋഷിയും സെബിനും തമ്മിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നതിന്റെ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. നമ്മളതൊക്കെ കണ്ടതാണ്. എന്തായിരുന്നു വാസ്തവത്തിൽ ആ പ്രശ്നം? സാഹചര്യം ജാസ്മിൻ വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗിൻ്റെതാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഋഷി വന്നിട്ട് പറയുകയാണ്, ഇവിടെ നടന്ന മോർണിംഗ് ടാസ്കിനിടയിൽ വെച്ച്, ഇന്ന് രാവിലത്തെ ടാസ്കിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ താമസിക്കുകയാണ്. ആകെപ്പാടെ നിങ്ങൾക്കിവിടെ പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വല്ലപ്പോഴും കിളികൾ പറന്നു പോകുന്നത് കാണാം മുകളിലേക്ക് നോക്കുമ്പോൾ, പിന്നെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ആ ആകാശം ചിലപ്പോൾ കാണാൻ സാധിക്കുന്നു. ഇതിനപ്പുറത്തൊന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ബിഗ് ബോസ് നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ, ഒരു ടൂർ പോകുവാനുള്ള അവസരം തരികയാണ്. അങ്ങനെ നിങ്ങളൊരു ടൂറായിട്ട് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുക എന്നുള്ള ചോദ്യവുമായിട്ടായിരുന്നു ഈ ടാസ്ക് വന്നത്. ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞു, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞു. എന്നാൽ സെബിൻ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഋഷിയായിരിക്കും കൊണ്ടുപോകുന്നത്. പോകുന്ന സ്ഥലം ഒരു ജുവനൈൽ ഹോം ആയിരിക്കും. ആ സമയത്ത് ആരും അതിനെക്കുറിച്ച് എന്താണെന്ന് പോലും ചോദിച്ചില്ല. ഒരു വിഷയവും അവിടെ ഉണ്ടായില്ല. ഋഷിയും അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയില്ല. എന്നാൽ ചക്ക ഇട്ടിട്ട് എട്ടിൻ്റെ അന്നാണ് പട്ടി കുരച്ചത് എന്ന് പഴഞ്ചൊല്ല് പറയുന്നത് പോലെ അതൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾക്കപ്പുറത്ത് ഋഷി ഇപ്പോൾ നടന്ന മീറ്റിംഗിന്റെ അവസാനം വന്നിട്ട് പറയുകയാണ്, രാവിലെ ഇങ്ങനെ എന്നെ ജുവനൈലിലേക്ക് കൊണ്ടുപോകും എന്ന് ഒരഭിപ്രായം സെബിൻ ഇവിടെ പറഞ്ഞിരുന്നു. പലരും ടൂർ പോവുകയാണ്. ആ ടൂർ പോകുന്നത് മനോഹരമായ സ്ഥലങ്ങളാണ്. അവിടെ കൂട്ടത്തിൽ കൂട്ടുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞു. പക്ഷേ സെബിൻ ജുവനൈൽ ഹോമിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാം. ഋഷി ഇത് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് അൻസിബയുടെ മുഖം അങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം ബുദ്ധി കേന്ദ്രമെല്ലാം അവിടുന്നാണ്. അൻസിബ കീ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഋഷി എന്ന പാവ ഡാൻസ് കളിക്കുന്നത്. ഒടുവിൽ സെബിൻ അതിനുള്ള മറുപടിയുമായിട്ട് പെട്ടെന്ന് വരികയാണ്. എന്ത് കാരണത്താലാണ് നിന്നെ ഞാൻ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞെന്നറിയാമോ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടതും പുറത്തിരുന്നു കൊണ്ട് നിരന്തരമായി ഇവിടെയുള്ള ഓരോരോ കളികൾ കണ്ടതിൽ കൂടി മനസ്സിലാകുന്നത് നീ ഒരു അഹങ്കാരിയാണ്. ഒത്തിരി പ്രൈഡ് അകത്തുള്ള ഒരു ധിക്കാരിയായ ഒരു പയ്യനാണ്. ജുവനൈൽ ഹോമിൽ ചെന്ന് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ സംഭവിച്ച ചെറിയതും വലിയതുമായ തെറ്റുകളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് അവിടെ കിടക്കുന്ന ബാല്യങ്ങളാണ്, കൊച്ചു കുട്ടികളെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. നീ ഒരു കൊച്ചു പയ്യനാണ്, നിനക്കൊത്തിരി ഭാവിയുണ്ട്, നല്ലൊരു കരിയറുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നീ അഹങ്കാരിയാണ്. നിന്റെ ഈ അഹങ്കാരം നിമിത്തം നിന്റെ കരിയർ ഭയങ്കര പ്രശ്നത്തിലാകാൻ സാധ്യതയുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവിടെ ബഹളം അങ്ങോട്ട് ആരംഭിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കരിയർ എന്താണ് എന്നുള്ളത് തെളിയിച്ചതിന് ശേഷം ഇവിടെ വന്നയാളാണ്. ഞാൻ അഹങ്കാരിയാണ് എന്ന് പറയുവാനുള്ള ഏതെങ്കിലും ഒരു കാരണം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? ഒത്തിരി കാരണങ്ങളുണ്ട് എന്ന് സെബിൻ പറയുന്നു. ഋഷി പറയുന്നു, അങ്ങനെ ഒത്തിരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കും. ഞാനിവിടെ അഹങ്കാരം കാണിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കും. ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കുതർക്കമായി. സെബിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യം എന്ന് കൃത്യമായിട്ട് ഓർത്തെടുത്ത് പറയാൻ ഓർമ്മയിലേക്കൊന്നും വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ സെബിൻ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഭയങ്കര ബഹളമാകുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻ ഈ പ്രശ്നം തീർക്കുവാൻ വേണ്ടി മുൻപോട്ട് വരികയാണ്. സെബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജാസ്മിൻ സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷേ അഹങ്കാരിയാണ് എന്ന് പറഞ്ഞ ആ വാക്ക് തെറ്റായിപ്പോയി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ സെബിനും ജാസ്മിനോട് ഉടക്കുന്നു. ആകെപ്പാടെ ഭയങ്കര പ്രശ്നമാകുന്നു. ഇത് വലിയ ബഹളമായി മാറുകയാണ്. എല്ലാവരും കൂടി അതിനകത്തേക്ക് ഇടപെട്ട് വലിയ ശബ്ദ കോലാഹലമായി മാറുന്ന സമയത്ത് പെട്ടെന്ന് പവർ ടീം അതിനകത്തേക്ക് ഇടപെടുകയാണ്. പവർ ടീം വന്നിട്ട് ജാസ്മിൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്റർഫെയർ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് കയറി ജാസ്മിനോട് അപ്സരയാണ് പറയുന്നത്, പവർ ടീമാണ് പറയുന്നത്, അധികാരം വെച്ച് പറയുകയാണ് ക്യാപ്റ്റൻ അവിടെ പോയിരിക്കെ. സത്യത്തിൽ ഈ ക്യാപ്റ്റൻ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗിന്റെ അവസാനമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പവർ ടീമൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോളിംഗ് പവർ ഉള്ള വ്യക്തി ക്യാപ്റ്റൻ തന്നെയാണ്. അത് തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അപ്സര. ഇവിടെ നല്ല ഒന്നാം തരം ഒരു പവർ ടീം നിലനിൽക്കുമ്പോൾ തന്നെ അപ്സര അതിന്റെ മുകളിൽ കയറി ക്യാപ്റ്റൻസിയുടെ ആ കഴിവ് തെളിയിച്ച ആളാണ്. ആ അപ്സര തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് പുതിയ ക്യാപ്റ്റനെ വെട്ടിയിട്ട് അവിടെ പോയിരിക്കും പവർ ടീമാ പറയുന്നത് എന്ന് പറഞ്ഞ് ജാസ്മിനെ അടിച്ച് അവിടെ താഴെ ഇരുത്തി കളഞ്ഞു. വാസ്തവത്തിൽ ജാസ്മിൻ അത് ഭയങ്കരമായി ഷോക്കായിപ്പോയി. അതിന്റെ പിന്നാലെയാണ് ജാസ്മിനി പോയി മാറിയിരുന്ന് കരയുകയും ചവിട്ടി തേക്കുകയാണ് എന്നൊക്കെ പറയുകയും എനിക്കിവിടെ പറ്റുന്നില്ല എന്നുള്ള ആ കംപ്ലൈന്റുകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പറയുന്നതിന്റെ പ്രൊമോ ഒക്കെ നമ്മൾ കണ്ടത്. എന്തായാലും ഒരു ബഹളം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബഹളമുണ്ടാക്കി തളർന്നു കഴിയുമ്പോഴേ അവിടെയുള്ള ആൾക്കാർ നിർത്താറുള്ളൂ. അല്ലാതെ പവർ ടീം ഇടപെട്ടത് കൊണ്ടോ ക്യാപ്റ്റൻ ഇടപെട്ടത് കൊണ്ടോ ഒന്നും അതിനകത്തൊരു അയവ് വരുത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഗാംഭീര്യമുള്ള ശബ്ദവുമായി ബിഗ് ബോസ് തന്നെ ഇതിന്റെ നടുവിലേക്ക് ചാടി വീണ് ആൾക്കാരെ പിടിച്ച് ശാന്തരാക്കി ഇരുത്തിയതിനു ശേഷം പറഞ്ഞു വിടണം. അത് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ഭയങ്കര പോരാട്ടവും വാക്ക് തർക്കവും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മുടിയൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഒരു കാര്യം ചൂണ്ടിക്കാട്ട്, ഒരു
ഒരു കാര്യം ചൂണ്ടിക്കാട്ട്, ഒരു 10-20 മിനിറ്റ് സമയത്തോളം നീണ്ടു നിന്നൊരു പോരാട്ടമാണ്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞതൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ പറയാൻ പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. അവസാനം സെബിൻ കൊണ്ടുവന്ന് നിർത്തിയ ഒരു മേഖലയാണ് ഉണ്ടായിരുന്നത്. നീ ഇവിടെ ശ്രീധുവിനോട് ഇടപെടുന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. ശ്രീധുവിനെ നിനക്ക് പുച്ഛമാണ്, നീ അഹങ്കാരിയാണ് എന്ന് പറയുവാനുള്ള പ്രധാന കാര്യം ഇതാണ്. ശ്രീധു എന്തു പറഞ്ഞാലും വളരെ പുച്ഛത്തോടു കൂടിയാണ് ശ്രീധുവിനോട് നീ സംസാരിക്കുന്നത്. അപ്പോൾ അത് എഗ്രി ചെയ്തുകൊണ്ട് ശ്രീധുവും എഴുന്നേറ്റു. അപ്പോഴേക്കും സെബിന് തന്റെ കൂടെ നിൽക്കുവാൻ ഒരു ബലം ലഭിച്ചു. ആ സമയത്ത് ഋഷി പെട്ടെന്ന് അൻസിബയെ ഈ വിഷയത്തിനകത്തേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരികയാണ്. അൻസിബയുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഈ സെബിൻ സംസാരിച്ചു അത്രേ. അൻസിബയ്ക്ക് അത് ഇഷ്ടമായില്ല, അൻസിബയ്ക്ക് കംഫർട്ടായില്ല എന്ന് അൻസിബ എന്നോട് പറഞ്ഞായിരുന്നു. നീയും അപ്പോൾ അഹങ്കാരിയല്ലേ, നീ കാണിക്കുന്നതും വൃത്തികേടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സെബിനെതിരെ തട്ടിക്കയറുകയാണ്. അപ്പോൾ അൻസിബയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്. അൻസിബ ഉടൻ തന്നെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു, ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. കാരണം അൻസിബയ്ക്ക് ഋഷിയെ വിട്ടും ഋഷിക്ക് അൻസിബയെ വിട്ടും നിൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എന്തായാലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാതെ തന്നെ അത് അവസാനിക്കുകയാണ്. പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു, പാരടി ചേർത്ത് പാട്ടുകൾ പാടുന്നു. അവസാനം സെബിൻ പറയുന്നു, നീ കൊച്ചി ഇറക്കനാടാ, നീ വെറും ചീള് ചെറുക്കനാ, നീ പോള ഇറക്ക എന്ന് പറഞ്ഞിട്ട് സെബിൻ കിച്ചണിലേക്ക് നടന്നു പോകുന്നു. അവിടെ പോയി വെള്ളമെടുത്ത് കുടിക്കുന്നു. ആ സമയത്ത് ഇപ്പുറത്ത് ഋഷി തൻ്റെ വിജയം ആഘോഷിക്കുന്നു. അവൻ അഹങ്കാരി എന്ന് എന്നെ പറഞ്ഞെങ്കിലും അവനത് തെളിയിക്കാൻ പറ്റിയില്ലല്ലോ, അവൻ ചൂളിപ്പോയി, അവനാണ് വെറും ചീള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വിജയം ആഘോഷിക്കുന്നു. ഇതൊക്കെയായിരുന്നു അവിടെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. എന്തായാലും ഇതിനകത്തെ ശരിതെറ്റുകളെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാൻ പോകുന്നതിനേക്കാൾ ഈ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിൻ്റെ കാരണം എവിടെ നിന്നാണ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അൻസിബ ഒരിടത്ത് വെറുതെ ഇരുന്നാൽ മതി, പൊട്ടേണ്ടത് പൊട്ടിക്കൊള്ളും, കത്തേണ്ടത് കത്തിക്കൊള്ളും. എവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിലും അൻസിബയുടെ കൂളായിട്ടുള്ള ഒരു ചെറിയ വാക്കു മതി. അൻസിബ ഈസ് എ ബ്രില്യൻറ്റ് പ്ലെയർ. ഇത്ര മാത്രമേ പറയാനുള്ളൂ.